പരിശുദ്ധ ബാബാവിനെയോടും കോട്ടയം ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അവരുടെ ദിയസ്കോറോസിനെയോടും ഊഷ്മളമായ സ്നേഹബന്ധം പുലർത്തുന്ന ഒരു പിതാവാണ് മാർ ജോസഫ് പിതാവിന്റെ പിതാവ്. പാലാരൂപതയെ ആധ്യാത്മിക ചൈതന്യത്തിന്റെ പാതയിൽ നയിക്കുന്ന പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും സഭാപണ്ഡിതനും വേദവിജ്ഞാനി വിദഗ്ധനുമായ ആദരണീയനായ അവരുടെ കല്ലറങ്ങാട്ട് പിതാവിനെ ഈ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ ആഗ്രഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട രത്നാകരനായ ജെയിംസ് തോമസ് തിരുമേനി, ഭക്തന്മാരെ, പുറത്തുമാരെ, വീടുകളിൽ ജയിച്ച മറ്റു വൈദികരെ, പ്രിയപ്പെട്ട ത്രിതല പഞ്ചായത്ത് മത്സരത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നവരെ, യുവതികാക്കന്മാരെ, ഈ ഭദ്രാസനത്തിന്റെ ഉദാഹരണോട് ചേർന്ന് യുവതാഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഞാൻ അടുത്ത സമയം എടുക്കുന്നുള്ളൂ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ സെമിനാറിയോടുള്ള വലിയൊരു അടുപ്പം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഞങ്ങൾ പ്രിയപ്പെട്ട ശുശ്രൂഷകളുടെ ദിനമാണ്. ഇന്നുമുണ്ടായിരുന്നു, നാളെ രാവിലെയുമുണ്ട്. അങ്ങനെ വലിയ ശുശ്രൂഷ തിരക്കുകളുള്ള ഒരു നാളുകളിലാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ ഭദ്രാസനങ്ങളിൽ ഒന്നായ കോട്ടയം ഭദ്രാസനം 150 വർഷത്തിലേക്ക് അടുക്കുകയാണ്. ചരിത്രത്തില് വലിയ പ്രാധാന്യമുള്ള ഒരു ഭദ്രാസനമാണിത്. ഓർത്തഡോക്സ് സഭയുടെ വിശങ്കായ ദേശമാണിത്. ഇവിടെ ഈ ഭദ്രാസനത്തില് ഡിസ്കോറസ്റ്റിന്റെ കാര്യസ്ഥതയിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് കൂടുതലെല്ലാം അറിയാം. ഇവിടുത്തെ അച്ഛന്മാര് എന്നോട് കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. വളരെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന വലിയൊരു എക്യുമെനിക്കൽ പട്ടണത്തില് നല്ല കാമ്പുള്ള ഒരു സഭയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ ഭദ്രാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഏറ്റവും അഭിനന്ദനായ തൃതീയൻ കത്തോലിക്ക ബാബായോടും ജെസ്കോറസ്റ്റിനോടും എനിക്ക് വർഷങ്ങളായിട്ട് അടുപ്പമുണ്ട്. റോമിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്യുമെനിക്കൽ ഡയലോഗിൽ
ഏറ്റവും കൂടുതൽ തവണ വരികയും ആധികാരികമായ രീതിയിൽ ഇന്റർവെൻഷൻസ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡിയസ്പോറസ് തിരുമേനി. ഇയാളുടെ പാണ്ഡിത്യവും ഇയാളുടെ നിലപാടുകളും വളരെ വ്യക്തമാണ് എല്ലാവർക്കും. ഇവിടെ ഈ ഇടവകയിൽ ഇതുപോലെ ഇത്ര സമ്പന്നമായ രീതിയിൽ ഈ സമ്മേളനം നടത്താൻ സാധിക്കുന്നതും ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. 2016 മുതൽ ഭദ്രാസന സഹായം മെത്രാപ്പൊലീത്തയായും 2022 മുതൽ മെത്രാപ്പൊലീത്തയായും ഭദ്രാസനത്തെ നയിക്കുന്ന നമ്മുടെ ദിയോസ്കോറസ് തിരുമേനി നമ്മുടെ നാട്ടിലും നമ്മുടെ ദേശത്തും വിദേശത്തും ഏറെ അറിയപ്പെടുന്ന ഒരാളാണ്. ഈ ഭദ്രാസനത്തിന്റെ നിരവധിയായ മേന്മകളിൽ ഒന്ന് ദേറാകളാണ്. ഓർത്തഡോക്സിയുടെ അകക്കാമ്പാണ് ദേറാകൾ എന്ന് പറയുന്നത്. അമ്പാട് ദേറ വലിയ ആത്മീയ ഉണർവ് നൽകുന്ന സ്ഥലമാണ്. ഞാൻ ദേറ, കിളിക്കാട് ദേറ, അവിടെയൊക്കെ ഞങ്ങള് ഈ എക്യുമെനിക്കൽ മീറ്റിങ്ങിനും പ്രാർത്ഥനകൾക്കും അവിടെയുള്ള വലിയ സമർത്ഥരായ ദൈവശാസ്ത്രജ്ഞന്മാരെ കാണുന്നതിനുമൊക്കെ പലപ്പോഴുമൊക്കെ ഞങ്ങൾ കണ്ട് മുട്ടുന്നവരെ